നമസ്കാരം. ചൈനയിൽ നിന്നും വളരെ ക്വാളിറ്റി കുറഞ്ഞ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ പാർട്സുകൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് ഒരേ വണ്ടികൾക്ക് തന്നെ പല കമ്പനികളുടെയും സ്റ്റിക്കർ ഒട്ടിച്ച് വില ഒരുപാട് കൂട്ടി വിൽപ്പന നടത്തി ജനങ്ങളെ പറ്റിക്കുന്ന കമ്പനികളുടെ ഏജൻസികൾ ഓരോന്നോരോന്നായി കേരളത്തിൽ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ 15ഓളം ചൈനീസ് കമ്പനികളുടെ ഏജൻസികളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി അടച്ചുപൂട്ടിയിരിക്കുന്നത്. ബെൻലിംഗ്, ജെമോപായ്, ഒക്കിനാവ, കൊമാക്കി, TNR, ബാറ്ററി, ബോസ് മോട്ടോഴ്സ്, TX9, പ്രാണ, ആംപിയർ, ഹീറോ ഇലക്ട്രിക്, പ്യുർ EV, കബീറ, ഹോപ്പ് ഇലക്ട്രിക് ഇവയൊക്കെയാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഏജൻസി പൂട്ടാൻ തുടങ്ങിയ കമ്പനികൾ. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൽ ചില കമ്പനികളുടെ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലരൊക്കെ താൽക്കാലികമായി സർവീസ് മാത്രം കൊടുക്കുന്നുമുണ്ട്. മാത്രമല്ല പൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്ന വേറെയും 4-5 കമ്പനികളുടെ ഏജൻസികളുമുണ്ട്. പക്ഷേ ഭൂരിഭാഗം കസ്റ്റമേഴ്സും സർവീസ് ഒന്നും കിട്ടാതെ ആകെ പെട്ടിരിക്കുകയാണ്. പെട്രോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് എല്ലാ മുക്കിലും മൂലയിലും വർക്ക്ഷോപ്പുകൾ ഉള്ളതുപോലെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കും ഇപ്പോൾ റോഡ് സൈഡ് വർക്ക്ഷോപ്പുകൾ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യ ഗൗരവം മനസ്സിലാക്കിയാണ് എറണാകുളത്ത് ആലൻ ബ്രോ ഒരു ഇലക്ട്രിക് 2-വീലർ വർക്ക്ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ എല്ലാ സ്ഥലത്തുമുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സർവീസ് ഇവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ആലൻ ബ്രോ പറഞ്ഞിരിക്കുന്നത്. എറണാകുളത്ത് ചമ്പക്കരയാണ് ഇവരുടെ വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നത്. മെട്രോ പില്ലർ 948, ചമ്പക്കര ഫിഷ് മാർക്കറ്റിന്റെ തൊട്ടടുത്താണിത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആലനോട് തന്നെ നേരിട്ട് ചോദിക്കാം. അപ്പൊ ആലൻ എന്തൊക്കെ സർവീസ് ആണ് ഇവിടെ കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ മോട്ടോർ റിപ്പയറിംഗ് ഉണ്ട്. അതായത് മോട്ടറിന്റെ സെൻസേഴ്സ് റിപ്പയർ ചെയ്യും, മോട്ടോർ ബെയറിംഗ്സ് മാറാറുണ്ട്. പിന്നെ വൈൻഡിങ് വേണമെങ്കിൽ നമുക്ക് വൈൻഡിങ് സെന്റേഴ്സ് ഉണ്ട്, അവർക്ക് വൈൻഡ് ചെയ്തിട്ടെടുക്കും. അല്ലെങ്കിൽ കസ്റ്റമർ വേറെ സെക്കൻഡ് മോട്ടോഴ്സ് അറേഞ്ച് കൊടുക്കും. പിന്നെ നമ്മൾ കൺട്രോളേഴ്സ് ചേഞ്ച് ചെയ്യാറുണ്ട്. അതായത് വണ്ടിയിൽ ഇപ്പോൾ ഒരു 70 വോൾട്ട് വെഹിക്കിളിലെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ അതേ സെയിം വണ്ടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ വണ്ടിനെ എടുത്ത് സൂട്ട് ചെയ്ത് വയറിംഗ് അതിന് സൂട്ട് ചെയ്ത് സെറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ ബ്രേക്ക് പാഡ്സ് മാറുക, ഫ്രണ്ട് ബാക്ക് വീൽ ബെയറിംഗ് മാറുക, കോൺസെപ്റ്റ് മാറുക, ഫോർക്ക് ഓയിൽ ചേഞ്ചിങ്, അതായത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം ചെയ്യും. ബോഡി പാനൽസ് മാത്രം കിട്ടാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. സെയിം ബ്രാൻഡിൻ്റെ ബോഡി പാനലിംഗ് നമ്മൾ വേറെ വണ്ടിൻ്റെ ബ്രാൻഡിൻ്റെയും ബോഡി പാനലായിട്ട് സൂട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ ഓല, ഏത്തർ, TVS iQube, ബജാജ്, ചേതക്, ഹീറോ വിഡ ഇതൊക്കെയാണ് ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല രീതിയിലല്ല, കുറച്ച് കാലം കഴിഞ്ഞാലും പൂട്ടി പോവാത്ത ഞാൻ വിശ്വസിക്കുന്ന വണ്ടികളാണ് ഈ 5 എണ്ണം. അപ്പം ഇവരുടെ ബ്രാൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള രീതിയിലാണ്. എന്ന് കരുതിയിട്ട് ഇവർ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് പാർട്സ് എടുക്കുന്നില്ല എന്നല്ല, പക്ഷെ ഇവർ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു ക്വാളിറ്റി ഉണ്ട് അല്ലേ? അപ്പം ഇത്തരം വണ്ടികളൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ബ്രേക്ക് പാഡ്സ്, വീൽ ബെയറിംഗ്, പിന്നെ ഇപ്പോൾ കോൺസെപ്റ്റ് റിപ്പയറിംഗ്. അതിപ്പോൾ ഓയിലിന്റെ കോൺസെപ്റ്റ് ചെയ്യുന്നില്ല, സിംഗിൾ ഫോക്കിന്റെ, ഡബിൾ ഫോക്കിന്റെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഏതറിനൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് പാഡ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ടയർ ചേഞ്ചിങ് എല്ലാം ചെയ്യുന്നുണ്ട് അത്യാവശ്യം. അതായത് നോർമൽ ജനറൽ സർവീസ് പറഞ്ഞപ്പോൾ കസ്റ്റമറിന് മേജർ കംപ്ലൈൻസ് വരുമ്പോൾ മാത്രം പിന്നെ ഓയിലോ ഏതറിന്റെ സർവീസ് സെന്ററിൽ പോകേണ്ട ആവശ്യം വരുള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്താൽ നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് എല്ലാം റെഡി ആക്കി കൊടുക്കാം. പിന്നെ സെന്റർ സ്റ്റാൻഡ്, ഇപ്പോൾ ഓയിലോ മിക്ക കസ്റ്റമേഴ്സും ഓൺലൈൻ വഴി സെന്റർ സ്റ്റാൻഡ് ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ സൈഡ് ലേഡീസ് ഫുഡ് ഡ്രസ് പിടിപ്പിക്കാറുണ്ട്. പിന്നെ ഓയിലിലെ ഏറ്റവും വലിയ കമ്പനി സിംഗിൾ ഫോർക്ക് വണ്ടിയുടെ ഫ്രണ്ടിലെ വീലിലെ ബെയറിംഗ് കമ്പനി ഒന്ന് വണ്ടിക്ക് എപ്പോഴും ഒരു വെട്ടിൽ വരും, നമ്മളോട് ബെയറിംഗ് ചേഞ്ച് കൊടുക്കാറുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഇപ്പം തന്നെ ഓയിലിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 കസ്റ്റമേഴ്സ് വന്നായിരുന്നു, അവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ പറഞ്ഞിട്ട്. അവിടെ ഇപ്പോൾ 3-4 ദിവസം വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് പാഡ് മാറാൻ. നമുക്കിവിടെ കൊണ്ടുവന്ന ഒരു 2 hours, ഒരു മാക്സിമം 3 hours ആ ടൈമിനുള്ളിൽ നമ്മൾ ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് പാഡ് മാറി ഇനി ബെയറിംഗ് മാറി കൊടുക്കാൻ വേണ്ടി 3 മണിക്കൂർ മതി. ഇപ്പൊ സാധാരണ ഓലയുടെ ഷോറൂമിലൊക്കെ നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച ചില സമയത്ത് വണ്ടി കിട്ടൂല. ഇപ്പൊ എറണാകുളം വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് മാത്രം ആവറേജിൽ 300 വണ്ടി വെച്ച് വിൽക്കുന്നുണ്ട്. അത്രയും സർവീസ് ടെക്നീഷ്യൻസ് അവൈലബിൾ അല്ല. അതാണ് അവരുടെ ഭാഗത്ത് വരുന്ന ഫോൾട്ട് വരുന്നത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഓലകൾ ഇപ്പൊ ഡെയിലി ഒരു 5 വണ്ടി 10 വണ്ടിക്കാണ് നമുക്ക് ഓക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓവർലോഡ് ആയാൽ ചിലപ്പോൾ ഒരു മാക്സിമം 1 ഡേ ആ രീതിയിലൊക്കെയാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഓല എറണാകുളത്ത് ഇപ്പോൾ വൈപ്പിൽ ഒരു വർക്ക്ഷോപ്പുകാർ അവർ വിളിച്ചു വരുത്തിയിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് അവിടെ സർവീസ് സെന്റർ ഓപ്പൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഓല തേർഡ് പാർട്ടീസിനെ വിളിച്ച് അവർ ട്രെയിനിങ് കൊടുത്ത് സർവീസ് ഓപ്പൺ ചെയ്യാൻ പ്ലാനിങ് നോക്കുന്നുണ്ട്. ഞാനും അതിൻ്റെ അപ്ലൈ വേണ്ടി ട്രൈ നോക്കി. ഓക്കെ, നല്ല കാര്യമല്ലേ? മാക്സിമം എല്ലാ ഏരിയ പോയിന്റിലും വന്നു കഴിഞ്ഞാൽ പറ്റും. നിങ്ങൾ ചാർജ് എത്ര രൂപ ചാർജ് ചെയ്യുന്നെന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ അത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഓയിലാണെങ്കിൽ ഓയിലിന്റെ ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് പാഡ് രണ്ടും കൂടെ മാറുമ്പോൾ 800 രൂപ, ഫ്രണ്ട് മാത്രം മാറുമ്പോൾ 400 രൂപ ആ റേഞ്ച് നമ്മൾ മേടിക്കുന്നത്. ഫ്രണ്ട് മാത്രം മാറുമ്പോൾ 400 രൂപ. അത് ശരിക്കും ഓല എത്ര ചാർജ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഞാൻ അറിഞ്ഞത് 750 rupees എന്ന് വെച്ചിട്ടാണ് ഒരു ബ്രേക്ക് പാഡ് മാറാൻ മേടിക്കുന്നത്. 750. ഓൾമോസ്റ്റ് നിങ്ങൾ പകുതി ചാർജ് ചെയ്യുന്നത്.
പിന്നെ ഫ്രണ്ടിലെ വീൽ ബെയറിംഗ് ആണെങ്കിൽ ഓയിലിന്റെ വീൽ ബെയറിംഗും 2 ബെയറിംഗ് ഫ്രണ്ട് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കിട്ടണമായിട്ട് ബെസ്റ്റ് ക്വാളിറ്റി വീൽ ബെയറിംഗ് 750 വരും. ഇത് നമ്മൾ സർവീസ് ചാർജ് 500 മേടിക്കാം. അത് ഓല എത്ര ചാർജ് ചെയ്യുന്നതെന്ന് അറിയാമോ? അതിന്റെ എക്സാക്ട് പ്രൈസ് എന്തെങ്കിലും മിനിമം 1500 മിനിമം മേടിക്കും. അതേപോലെ ഇപ്പം ഇലക്ട്രിക് വണ്ടികൾ അറിയാലോ, നമ്മൾ റോട്ടിലൊക്കെ പലരും കുടുങ്ങി പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? അപ്പോൾ അതേപോലെ റോട്ടുമെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമോ, അങ്ങനെ എന്താ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ ഞങ്ങൾക്ക് വരാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സർവീസ് ഓവർലോഡ് ആണെങ്കിൽ 3-4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് വിളിച്ചു നമുക്ക് പിറ്റേ ദിവസം അവരെ വീട്ടിലിരിക്കാൻ നമുക്ക് പിറ്റേ ദിവസം പെരുന്നയിൽ ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ മാസം ഏകദേശം 10ഓളം വണ്ടി നമുക്ക് ഇവിടെ നിന്ന് ഏസ് ഓട്ടോഷിപ്പ് എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ നമുക്കിവിടെ പരിചയം ഞങ്ങൾക്ക് പുള്ളിക്കാൻ ചെറിയ പുള്ളി ഓൺ സ്പോട്ട് പോയിട്ട് വണ്ടി എടുത്ത് വരും. ഏത് ലൊക്കേഷൻ പറഞ്ഞാൽ എറണാകുളം ബേസിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കോഴിക്കോട് അവിടെ നമുക്ക് നിങ്ങൾക്ക് സ്പെയർ പാർട്സ് മോട്ടോർ റിപ്പയർ ചെയ്യുന്ന വണ്ടി മൊത്തം അയക്കണമെന്നില്ല. മോട്ടോർ മാത്രം നിങ്ങൾ അതിന് കൊറിയർ ചെയ്ത് തന്നെ നമുക്ക് റിപ്പയർ തിരിച്ചയച്ചു തരാൻ പറ്റും. അതായത് ഇപ്പം എറണാകുളത്തിന്റെ പുറത്തുള്ള ആൾക്കാർ നിങ്ങൾക്ക് സാധനം ഇങ്ങോട്ട് അയച്ചു തരാണെങ്കിൽ സർവീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചയച്ചു കൊടുക്കാൻ പറ്റും. അത് എവിടെ നിന്ന് വേണമെങ്കിൽ. പിന്നെ ആലപ്പുഴ കൊറിയർ സർവീസ് എന്നൊരു ടീമുണ്ട്. അവരുടെയിലാണെങ്കിൽ നമുക്കൊരു വണ്ടി ഇങ്ങനെ അയക്കുന്നതിന് 2000 കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ വണ്ടി ഭയങ്കര മേജർ കംപ്ലൈൻസ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ആലപ്പുഴ കൊറിയർ സർവീസിൽ കൊറിയർ ചെയ്യുന്ന നിങ്ങൾ ഈ വണ്ടി കളക്ട് ചെയ്ത് റിപ്പയർ ചെയ്ത് തിരിച്ച് അതേ കൊറിയർ സർവീസിൽ തിരിച്ചയച്ചു തരാൻ പറ്റും. നിങ്ങളിപ്പം വീട്ടിൽ പോയിട്ട് എടുക്കുന്ന കാര്യമല്ലേ പറയുന്നത്? റോഡിലാണെങ്കിലും അങ്ങനെ ചെയ്യില്ല? റോഡിലാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ റോഡ് സൈഡിൽ ഇപ്പോൾ നമുക്ക് ഫുള്ളി ഡെഡ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും റിക്കവറി വാനിനെ പോയിട്ട് എടുക്കേണ്ടി വരും. അത് നമ്മൾ അറേഞ്ച് ചെയ്ത് വിടുന്നത്. വണ്ടി ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് ഒന്നും നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓൺ സ്പോട്ട് നമ്മുടെ കസ്റ്റമർ നമ്മുടെ അവിടെ ടെക്നീഷ്യൻ വന്നിട്ട് എറണാകുളം ബേസ് ചെയ്ത് എവിടെയാണെങ്കിലും ഞാൻ ജസ്റ്റ് വിളിച്ചോളൂ. ജസ്റ്റ് 2 hours ഡിലേ ഒക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് ഇവിടെ നിന്ന് എത്താൻ ടൈം അറേഞ്ച് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു നിങ്ങളുടെ വണ്ടിയുടെ ചാർജേഴ്സ് കമ്പനി ഉണ്ട്. അതിന് നിങ്ങളുടെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഏത് ചാർജർ എത്ര ആംസ് ചാർജറാണെന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പുതിയ ചാർജർ മേടിച്ച് DTC കൊറിയർ ചെയ്ത് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ റിമൂവബിൾ ബാറ്ററിന്റെ ഇപ്പോൾ 3 വർഷം വാറണ്ടി പറയുകയാണെങ്കിലും കൂടി നമുക്ക് ബാറ്ററിക്ക് ഒരു 5 വർഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? ഓടുന്ന് വിചാരിക്കാം, അങ്ങനെ വിചാരിക്കാം. നമുക്ക് ചിലപ്പോൾ അതിനെക്കാളും കൂടുതൽ കിട്ടിയിരിക്കും. അല്ല, ലിഥിയം അയൺ ബാറ്ററിക്ക് ഒരു പ്രത്യേകത, ഒരു 1 year ഓടുമ്പോൾ 20% റേഞ്ച് ഡ്രോപ്പ് വരും. റേഞ്ച് ഡ്രോപ്പ് എല്ലാ 1 yearലും ഒരു 20% റേഞ്ച് ഡ്രോപ്പ് ഉണ്ടാവും. അത് നമുക്ക് ഇടയ്ക്കൊന്ന് ബാറ്ററി ബാലൻസിങ് ചെയ്യണം. അതായത് നമുക്ക് ബാറ്ററി കൊണ്ടു വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് ബാറ്ററി ബൂസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ കുറച്ച് റേഞ്ച് ഇപ്പോൾ കയറി കിട്ടിന് വരും. അല്ല സെൽസ് വീക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ സെൽസ് ഇപ്പോൾ ഒരു ബാറ്ററി ഏകദേശം 10-3 സെല്ല് വരുന്നുണ്ട്. ആ ഇൻഡിവിജ്വൽ സെല്ലായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പം അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ ബാറ്ററി നിൽക്കേണ്ട ശരി. പക്ഷേ ആ സെല്ല് റീപ്ലേസ് ചെയ്യുന്ന ഗ്യാരണ്ടി ഇല്ലെങ്കിലും സെല്ല് റീപ്ലേസ് ചെയ്യുമ്പോൾ വണ്ടി അത്യാവശ്യം റേഞ്ചിന് തിരിച്ച് പഴകുമെന്ന് വന്നോളൂ. 5 years ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് സെൽസ് റീപ്ലേസ് ബാറ്ററി യൂസ് ചെയ്യാം. ലിഥിയം അയൺ ബാറ്ററിയും ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയും ലെഡ് ആസിഡ് ബാറ്ററി നമുക്ക് റീപ്ലേസ്മെന്റ് നടക്കില്ല. നമ്മൾ ആ സെല്ലിനെ പുതിയ മേടിച്ചൊക്കെ നടക്കുള്ളൂ, റിപ്പയറിങ് നടക്കും. ആക്ച്വലി ഞാൻ അത് തന്നെയായിരുന്നു ചോദിച്ചു വന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ സെൽസ് റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ബാറ്ററി മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് ആവും. ഏകദേശം വണ്ടിയുടെ പകുതി വിലയോളം വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മളിത് സെൽസ് ആവുമ്പോൾ നമുക്ക് ചെറിയ റേറ്റിൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ തന്നെ ചെയ്യാണോ ചെയ്യുന്നത്? ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹീറോയിന്റെ ബാറ്ററി 20 മൈലേജ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് തൃശ്ശൂർ കയറ്റി വിട്ടു. ഞങ്ങൾക്ക് അത് 500-2000 കോസ്റ്റിൽ അതിപ്പോൾ ഒരു 50 കിലോമീറ്റർ റേഞ്ച് തിരിച്ചു കിട്ടി. അവർ പറഞ്ഞ ബാറ്ററി സെൽസ് വീക്ക് ആയിരുന്നു, പക്ഷെ അവർ 2 പ്രാവശ്യം ബൂസ്റ്റ് ചെയ്തപ്പോൾ സെൽസ് മാറാതെ തന്നെ അത് റെഡിയായി കിട്ടി. ഇനിയിപ്പോൾ സെല്ല് മാറണമെങ്കിൽ ചിലപ്പോൾ 5000 രൂപയ്ക്കുള്ളിൽ നിൽക്കും. അപ്പൊ അങ്ങനെ റെഡിയാക്കി കിട്ടും. ഇപ്പോൾ പുതിയ ബാറ്ററി ആണെങ്കിൽ 24,000 രൂപ 30,000 രൂപ കോസ്റ്റ് ബാറ്ററിയാണ് നമുക്ക് ഇത്രയും ചെറിയ കോസ്റ്റ് റെഡിയാക്കി കിട്ടിയത്. ഓക്കെ. അതേപോലെ ഈ 5 വർഷം കഴിഞ്ഞ ബാറ്ററി കേടായ സെൽസ് മാത്രം മാറ്റുമ്പോൾ പിന്നീട് നമുക്ക് അത് എത്ര കാലം കൂടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ആ ബാറ്ററി സെൽസ് എൻറ്റയർലി മാറിയാൽ മാത്രമേ പിന്നെ നമുക്ക് 3 years കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ കുറച്ച് മാറുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 300 സെൽസ് എന്ന് നിങ്ങൾ പറഞ്ഞു, അതിലൊരു 50 സെൽസ് കേടായി വിചാരിച്ചോ, അത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു എത്ര കാലം കൂടി നമുക്ക് ആ ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റും? 50 സെല്ല് മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത 50 സെല്ല് ഇപ്പോൾ കമ്പനി ആ 50 സെല്ല് പിന്നെ എപ്പോഴും റിപ്പയർ ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള സെൽസ് ഇപ്പോൾ വീക്ക് ആവുന്നതനുസരിച്ച് 1 വർഷത്തിൽ തന്നെ കൊടുക്കും. പിന്നെ നമ്മൾ മൊബൈൽ ഫോൺ അതിന് ഡെയിലി കൃത്യമായിട്ട് ചാർജ് ചെയ്ത് ഡിസ്ചാർജിങ് നടക്കുന്ന ബാറ്ററി സെൽസ് ആണെങ്കിൽ കുറെ നാൾ ലാസ്റ്റ് ചെയ്യും. എന്നാൽ ചിലപ്പോൾ 2 മാസം ഉപയോഗിക്കാതെ സെല്ല് ഫുൾ വീക്കായി കിടന്ന് 2ാമത് ചാർജ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഫുൾ ഇഷ്യൂസ് വരും. ഡെയിലി റണ്ണിങ് ആണെങ്കിൽ കിടന്ന് ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ ഓവർ ചാർജിങ് ചെയ്യാറ് നമ്മൾ ചാർജേഴ്സ് ഇല്ല 2 വർഷം മുമ്പ് ചാർജേഴ്സ് റീപ്ലേസ് ചെയ്യാനല്ല. കാരണം ചാർജറിനകത്ത് കട്ട് ഓഫ് ആവാതെ ഓവർ ചാർജ് ഒക്കെ ആകുമ്പോഴാണ് ബാറ്ററി സെൽസ് ഒക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നത്. അതേപോലെ അലനെ നിങ്ങൾക്ക് ഇവിടെ എത്ര ടെക്നീഷ്യൻസ് വേറെ കുറെ ആൾക്കാരുണ്ടോ? നമുക്ക് മൊത്തം 3 പേരാണ് ഉള്ളത്. അതിലിപ്പോൾ ഇവിടെ കറണ്ട് 2 പേരുണ്ട്. ഒരാള് 2 പേര് അഖിലാണ്. നമസ്കാരം. ഇതാണ് അഖിൽ 1, അഖിൽ 2. ഓക്കെ. അഖിൽ 1 TNR ടെക്നീഷ്യനായിരുന്നു. അഖിൽ 2 ആംബുലൻസ് ടെക്നീഷ്യനായിരുന്നു. ഓക്കെ. അലനെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ നമ്മളെ കോഴിക്കോട് കുറച്ച് ഷോറൂം പൂട്ടിയ കാര്യം.
അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് ഒരുപാട് പൂട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? എനിക്കത് ബെല്ലിങ്ങോറ പൂട്ടിയില്ല ഇവിടെ. പിന്നെ പ്യൂറിന്റെ വേറെ കൊമാക്കി പൂട്ടി, പിന്നെ ജമോപ്പൈ. അതായത് ഒരുവിധം എല്ലാരും പൂട്ടി. 13 ഷോറൂം എറണാകുളത്ത് പൂട്ടി. എന്തായാലും നിങ്ങളിപ്പം ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. ഇത്രയും ഷോറൂം പൂട്ടിയിട്ട് ഇവർക്കൊക്കെ 13 ഷോറൂമും ഇനിയിപ്പോൾ പൂട്ടാൻ പോകുന്ന 4 നിങ്ങൾ പറഞ്ഞത്. അല്ലല്ല, ഇവർക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും? 1000 അല്ലെങ്കിൽ 10,000 കസ്റ്റമേഴ്സ് ഉണ്ടാവും അല്ലേ? ഇവരൊക്കെ എവിടെ പോകും? അതേപോലെ അതിനെ നമ്മളെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പം നോൺ ലൈസൻസ്, അതായത് സ്പീഡ് കുറഞ്ഞ വണ്ടികളുണ്ടല്ലോ, രജിസ്ട്രേഷന് ആവശ്യമില്ലാത്ത, അതിന് ഈ ആക്സിഡൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കുറേ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ബ്രോന് വല്ല ഐഡിയ ഉണ്ടോ ഇതിനെ പറ്റിയിട്ട്? സംഭവം നോൺ ലൈസൻസ് വെഹിക്കിൾസിന് വേണ്ടി എല്ലാ ഷോറൂമിലും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രീരാമ പല പല ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അവർ ഇൻഷുറൻസ് തള്ളിക്കളയാൻ വേണ്ടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരിപ്പോ മോട്ടോർ പവർ ഇപ്പോൾ കുറെ ഇഷ്യൂസ് MVD ഇഷ്യൂസ് അറിയാമല്ലോ, മോട്ടോർ പവർ കൂട്ടിയൊക്കെ വണ്ടി കിട്ടുന്നത് വെച്ചു ആ വണ്ടിക്ക് അവർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്ത് അന്ന് ഒരു കസ്റ്റമർ ആക്സിഡന്റ് ആയി മരിച്ചിട്ട് 15 ലക്ഷം രൂപ ക്ലെയിം ആവശ്യമുള്ളതാണ്. പക്ഷെ അവർ ക്ലെയിം കൊടുക്കാതെ കസ്റ്റമർ ലൈസൻസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടും ഭയങ്കര റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരും ഈ നോൺ ലൈസൻസ് വണ്ടികൾക്ക് പോയി ഇൻഷുറൻസ് എടുക്കാൻ നിൽക്കണ്ട. കാരണം അങ്ങനെ ഇൻഷുറൻസ് എടുത്തിട്ടും കിട്ടാത്ത അങ്ങനെ കുറവുണ്ട്. അപ്പോൾ ആ പേരിൽ വെറുതെ പൈസ ചിലവാക്കേണ്ടതെന്ന് പറഞ്ഞുള്ളൂ. അവരെന്നെയും ഈ ഇൻഷുറൻസ് ടീമിക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞ് റിജക്റ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കസ്റ്റമറിന്റെ ഫാമിലി ലൈക്ക് ഒരു ആ പുള്ളിക്കാൻ മരിച്ച്, പുള്ളി 2 മക്കളായിട്ട് പോകുന്ന സമയത്ത് ആക്സിഡന്റ് ആയി മരിച്ചത്. പുള്ളിയുടെ മക്കളിപ്പോൾ ആ കേസിന് നടന്നതൊന്നും പൈസ കിട്ടാതെ നടപ്പുണ്ട്. അതേപോലെ വണ്ടി സർവീസ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇങ്ങനെ പാർട്സ് ഒക്കെ മാറ്റുന്ന സമയത്ത് നിങ്ങൾ സ്പെയർ പാർട്സ് മാറ്റി കൊടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്? നിങ്ങൾക്ക് തോന്നിയ പോലെ റേറ്റ് ഇടുകയാണോ ചെയ്യുക, അതോ അതെങ്ങനെയാണ്? കാരണം ഞങ്ങൾക്ക് അറിയില്ലല്ലോ റേറ്റ്. അതിനായിട്ട് കൂടുതൽ വിശദമായിട്ട് പറയാൻ നമ്മളിവിടെ ഒന്നൊന്ന് മൈക്കൊന്ന് ജസ്റ്റ് ഒന്ന്. ഈ സ്പെയർ പാർട്സിന്റെ കാര്യം നമ്മളിപ്പോൾ പല ബ്രാൻഡിന്റെയാണ് പർച്ചേസ് ചെയ്യുന്നത്, ഡീലേഴ്സിന്റെ അടുത്ത് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ TNR എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അർബൻ ബൈക്സ് അങ്ങനെ പല ബ്രാൻഡുകളുണ്ട്. ഓരോ ബ്രാൻഡിന്റെ ഓരോ പ്രൈസാണ് വരുന്നത്. ഇപ്പോൾ TNR എന്ന് പറഞ്ഞ ബ്രാൻഡിന് ബ്രേക്ക് കാലിപ്പറിന് 2,500 രൂപയ്ക്ക് വരും ഡീലർ പ്രൈസ്, അതായത് നോർമൽ കസ്റ്റമർ കൊടുക്കുന്ന പ്രൈസ്. ചിലപ്പോൾ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേറെ ബ്രാൻഡിന്റെ കുറഞ്ഞൊക്കെ 1,500 രൂപയ്ക്ക് കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഏത് ബ്രാൻഡിനെ ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ എപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫസ്റ്റ് മോട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന് സാറ്റിസ്ഫൈ ചെയ്ത് കസ്റ്റമറിന് റെഡിയാക്കി കൊടുക്കണം. പക്ഷെ അത് അപ്പം ഏതിൻ്റെ കിട്ടുമെന്ന് വെച്ചാൽ അത് അവൈലബിൾ ആയി റെഡിയാക്കി നമ്മൾ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കി വിടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൈനീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ ബ്രാൻഡിനും ഓരോരോ ക്വാളിറ്റിയാണ്, അതിനനുസരിച്ച് പ്രൈസ് ഡിഫറൻസും വരും. അതിപ്പോൾ വണ്ടി പുതിയത് ഞങ്ങളിപ്പോൾ ഇൻഷുറൻസ് ചെയ്യാറുണ്ട് വണ്ടികൾക്ക്. ഇപ്പോൾ ബെല്ലിങ്ങോറ ആക്സിഡന്റ് ആയിട്ട് വന്നു, അപ്പോൾ അത് ഇൻഷുറൻസ് ചെയ്തപ്പോൾ അതിന്റെ ബെല്ലിങ്ങോറയുടെ പാർട്സിനൊക്കെ ഭയങ്കര റേറ്റ് കൊള്ളാം. അപ്പോൾ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി വേറെ പല ബ്രാൻഡിന്റെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനൊക്കെ ഒരു നിവൃത്തിയുള്ളൂ. ചൈനീസ് വണ്ടി വീഡിയോ കണ്ടിരുന്നു. ആ വണ്ടി ഞങ്ങൾ ടോട്ടൽ ശരിക്കുള്ള കൊട്ടേഷൻ എടുത്തപ്പോൾ വണ്ടിന്റെ പാർട്സ് എല്ലാം വെച്ചിട്ട് 1,90,000 രൂപ 1,90,000 രൂപ എസ്റ്റിമേറ്റ് വന്നു. വണ്ടി പൊതുവെ 1,40,000 ഉള്ളൂ. ലാസ്റ്റ് കസ്റ്റമറുടെ കാര്യം ചേട്ടാ ഇങ്ങനെ സംഭവം ഉണ്ട്. പുള്ളി ചേട്ടാ ഏറ്റവും കുറഞ്ഞ എനിക്ക് തക്കാൻ വണ്ടി ഓടിച്ചു മതി, പുള്ളിക്ക് കോഴി ബിസിനസ്സാണ്. വണ്ടി ബിസിനസ് ഓടിക്കേണ്ടത് മതി, ഏറ്റവും കുറഞ്ഞ ഞാൻ ചെയ്യാം. അപ്പോൾ ചേസ് ഇവിടെ ബെൻഡ് ഉണ്ട്, ഞങ്ങൾ എല്ലാം നിർത്തി കൊടുക്കാൻ പറഞ്ഞത് ഞങ്ങൾക്ക് 33,000 കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പം ആ വണ്ടിയിൽ നമുക്ക് ഇപ്പോൾ ബെല്ലിങ്ങിൻ്റെ പാർട്സ് ഇട്ടതുകൊണ്ട് ഇപ്പോൾ TNRൻ്റെ അങ്ങനെ പല പാർട്സ് ഇട്ട് സൂട്ടേ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പ്രൈസ് അവർക്ക് തോന്നിയ വിലക്കണം. എല്ലാം ചൈനയിൽ ഒരേപോലെ ഇമ്പോർട്ട് വരുന്നതാണ്, പക്ഷേ എന്തെങ്കിലും തോന്നിയ വിലക്കാണ് നമുക്ക് പാർട്സ് കിട്ടുന്നത്. അത് ബോഡി പാനൽസ് ബാക്കി ഇപ്പോൾ ഫ്രണ്ടിലെ ഫോർക്കൊക്കെ ആണെങ്കിൽ 7,000 രൂപ ഫോർക്ക് TC ആകുമ്പോൾ പെട്രോൾ വണ്ടിക്ക് പോലും അത്ര വരില്ല. ഇപ്പോൾ T-സ്റ്റമ്പിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ബിക്കോസിന്റെ ഇപ്പോൾ T-സ്റ്റമ്പ് ഒക്കെ വരുന്നുണ്ട്, അതിന് ഏകദേശം 1,700-2,000 രൂപയ്ക്ക് T-സ്റ്റമ്പ് കിട്ടും. പക്ഷെ വേറെ ബ്രാൻഡ് T-സ്റ്റമ്പ് ഫുൾ അസംബ്ലി വരുന്നത് 7,000 രൂപയ്ക്കാണ്. കസ്റ്റമറോട് പറയുമ്പോൾ നമുക്ക് കസ്റ്റമർക്ക് ഇത്ര പ്രൈസ് ആവുമോ? അതിപ്പോൾ ചാർജസ് ആണെങ്കിൽ എങ്ങനെ തന്നെയാണ്, മൾട്ടിപ്പിൾ സപ്ലൈസ് വരുമ്പോൾ പ്രൈസ് ഡിഫറൻസ് വരും. ചില സപ്ലൈസിന്റെ അടുത്ത് ചാർജറിന് 6,000 രൂപയുടെ ചാർജറുണ്ട്, ചില സപ്ലൈസിന്റെ അടുത്ത് 4,000 രൂപയുണ്ട്. പക്ഷെ രണ്ടിനും 2 ക്വാളിറ്റിയാണ്, അതിന്റെ വാറണ്ടി പിന്നീടും വ്യത്യാസം. മറ്റ് 6,000 രൂപയുടെ ചാർജറാണെങ്കിൽ ഫുൾ വാറണ്ടി ഉണ്ടാവും, 4,000 രൂപയാണെങ്കിൽ ജസ്റ്റ് 6 months വാറണ്ടി ഒക്കെ ഉണ്ടാവുള്ളൂ റീപ്ലേസ്മെന്റ്. എന്നാ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ ബ്രോ.
അപ്പോൾ കാണാന്നാല് അലൻ ബ്രോ. ഓക്കെ ബ്രോ, താങ്ക് യു. ശരി എന്നാൽ താങ്ക് യു. I get those goosebumps every time you come around.